താനും ജീവനൊടുക്കുമെന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാൻ കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചിരുന്നു എന്ന് അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും തന്റെ പ്രിയപ്പെട്ട കാമുകി ആയിരുന്നു എന്നും അഫാൻ പറഞ്ഞു. കൊലയ്ക്ക് ശേഷം വിഷം കഴിച്ചെന്ന് വെളിപ്പെടുത്തിയ അഫാൻ 8 ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയതോടെയാണ് ചൊവ്വാഴ്ച ഡിസ്ചാർജ് ചെയ്തത്. സുരക്ഷാ പ്രശ്നങ്ങൾ കയ്യിലെടുത്ത് സ്പെഷ്യൽ സബ് ജയിലിന് പകരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. അഫാനെ കസ്റ്റഡിയിൽ കിട്ടാനായി ഇന്ന് പോലീസ് അപേക്ഷ നൽകും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് തീരുമാനം. കുടുംബത്തിനേറ്റ ദുരന്തം അറിഞ്ഞ് 7 വർഷത്തിന് ശേഷം നാട്ടിൽ എത്തിയ അബ്ദുൾ റഹീം തന്റെ കുടുംബത്തിന് 65 ലക്ഷം രൂപ കടബാധ്യതയെന്ന മകന്റെ മൊഴി കേട്ട് ഞെട്ടുകയായിരുന്നു. വിദേശത്ത് 15 ലക്ഷവും നാട്ടിൽ കൂടിപ്പോയാൽ 12 ലക്ഷത്തിന്റെയും കടമുണ്ടാകുമെന്നാണ് റഹീം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ അബ്ദുൾ റഹീമിന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും കുടുംബത്തിന് വൻ കടമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. കടം നൽകിയവരെയും വായ്പ എടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയും കണ്ടിട്ടാണ് പോലീസ് കടബാധ്യത ഉറപ്പിച്ചത്. പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ 2022 മുതൽ വരുമാനം കുറഞ്ഞു തുടങ്ങി. പക്ഷേ മുൻപുണ്ടായിരുന്ന ആർഭാട ജീവിതം മാറ്റാൻ അഫാനും അമ്മയും അടങ്ങുന്ന കുടുംബം തയ്യാറായില്ല. പലരിൽ നിന്നും ലക്ഷങ്ങൾ കടവും പലിശയ്ക്കും പണവും വാങ്ങിയാണ് കടം 65 ലക്ഷത്തോളം എത്തിയത്. അഫാൻ ലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിക്കാതെയും അഫാന് മാനസിക പ്രശ്നമില്ലെന്ന റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തതോടെ കടബാധ്യത തന്നെയാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസ് ഉറപ്പിച്ചു. അതിനിടെ സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിൽ കൂടി അഫാന്റെ അറസ്റ്റ് വെഞ്ഞാറമൂട് പോലീസ് രേഖപ്പെടുത്തി. അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും നടത്തുന്നതോടെ കേസിൽ പൂർണ്ണ രൂപമാകും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.